ഈസ് എന്ന് പറഞ്ഞാൽ അനായാസം എന്നാണ്. അപ്പോൾ ഒരു സോഷ്യൽ ഡ്രിങ്കർക്ക് അല്ലെങ്കിൽ ഒരു നോൺ ആൽക്കഹോളിക്കിന് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആൽക്കഹോളിസം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മദ്യാസക്തിനെ സംബന്ധിച്ചിടത്തോളം ഡിസീസായി മാറുന്നു. ആൽക്കഹോളിസത്തിന് ഡിസീസ് ഓഫ് ഡിനയൽ എന്ന് പറയാറുണ്ട്, നിഷേധത്തിൻ്റെ രോഗം. കാരണം എനിക്ക് രോഗമില്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് ഭൂരിഭാഗം ആൽക്കഹോളിക്കുകളും പറയാറുള്ളത്. നമ്മൾ എല്ലാ ദിവസവും വായിക്കാറുള്ള അധ്യായം 5 അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന അധ്യായം 5 പറയാറുണ്ട്, കുറേ കൂടി മൃദുവും എളുപ്പവുമുള്ള മാർഗം കണ്ടെത്താമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ അധീനതയിലുള്ള മുഴുവൻ ആത്മാർത്ഥതയോടും കൂടി തുടക്കം മുതൽ തന്നെ ദൃഢമനസ്കരും ഭയരഹിതരുമായിരിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ പരാജയപ്പെടുന്നവരെ പറ്റിയാണ് അടുത്ത വാക്ക് ഉപയോഗിക്കുന്നത്. ഞങ്ങളിൽ ചിലർ ഞങ്ങളുടെ പഴയ ആശയങ്ങൾ മുറുകെ പിടിക്കുവാൻ ശ്രമിച്ചു. ആത്യന്തികമായി ഞങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറാകുന്നവരെ ഫലം നാസ്തിയായിരുന്നു. എന്താണ് ഞങ്ങളിൽ ചിലർ പഴയ ആശയങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിച്ചത്? നമുക്കറിയാം, പഴയ ആശയങ്ങൾ ഇന്നുകൂടി കുടിക്കാം, നാളെ കുടിക്കുന്നില്ല, ഇന്നുകൂടി കുടിച്ചിട്ട് നിർത്താം, അല്ലെങ്കിൽ ബിയർ മാത്രം കുടിക്കാം, വൈൻ കുടിക്കാം, ഈ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ മാത്രം കുടിക്കാം, അവൻ വന്നതല്ലേ, ഈ ദുബായിൽ നിന്ന് വന്നതല്ലേ, അപ്പോൾ അവൻ്റെ കൂടെ പോയിരുന്നു കുടിക്കാം, ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണെന്ന സന്തോഷത്തിൽ കുടിക്കാമെന്ന് പറയുന്ന 100,000 ആശയങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പീപ്പിൾ പ്ലേസ് ആൻഡ് തിങ്സ് ഇതിനെ യൂസ് ചെയ്തുകൊണ്ട് ആളുകൾ മാറ്റുവാനും സാഹചര്യം മാറ്റുവാനും അല്ലെങ്കിൽ ജോലി മാറ്റുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് നമ്മൾ കുടി നിർബാധം തുടർന്നുകൊണ്ടിരുന്നു. ചിലരൊക്കെ 2-3 ജോലികൾ മാറി മാറി പോയിട്ടുണ്ട്, അറസ്റ്റായിട്ടുണ്ട്, പല ഹോസ്പിറ്റലൈസ്ഡായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്ക് മദ്യാസക്ത രോഗമാണ് എന്ന് സമ്മതിക്കാൻ അവൾ തയ്യാറായില്ല. ഏതുവരെ? കീഴ്പ്പെടാൻ തയ്യാറാകുന്നത് വരെ, അല്ലെങ്കിൽ അത് സമ്മതിക്കാൻ തയ്യാറാകുന്നത് വരെ. അതുകൊണ്ടാണ് ഡിസീസ് ഓഫ് ഡിനയൽ എന്ന ആൽക്കഹോളിസത്തെ വിളിക്കാൻ കാരണം. അപ്പോൾ ഞാൻ ബ്ലാക്കോ ഞാൻ വൈറ്റോ അല്ലെങ്കിൽ ഞാൻ റെഡ് ഇന്ത്യൻസോ ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്ക കനേഡിയൻകാരനോ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ LGBTQ+ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ആരുമായിക്കൊള്ളട്ടെ, ഞാൻ ആൽക്കഹോളിക് ആണ് എങ്കിൽ എനിക്ക് വീണ്ടും കുടിക്കുവാനുള്ള ക്രേവിങ് എന്നിൽ രൂപപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടത് ആൽക്കഹോളിസം ഒരു രോഗമാണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ടാകണം. അപ്പോൾ പഴയ ആശയങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ പുതിയ ആശയങ്ങൾ എന്താണ്? പുതിയ ആശയങ്ങൾ നമ്മൾ നിരന്തരമായി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, സർവീസിലേർപ്പെടുന്നു, ടെലഫോൺ തെറാപ്പി. ശരിക്കും നമ്മൾ ടെലഫോൺ തെറാപ്പി എന്ന വാക്ക് വരുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഒരു തെറാപ്പിസ്റ്റ് ആകുന്നില്ല എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കാരണം ഒരു ആൽക്കഹോളിക്ക് മറ്റൊരു ആൽക്കഹോളിക്കിനോട് സംസാരിക്കുന്നത് തെറാപ്പി ആയിട്ടല്ല അത് കണക്കാക്കേണ്ടത്. പക്ഷേ നമ്മൾ സാധാരണ ടെലഫോൺ 24 മണിക്കൂർ പദ്ധതിയിൽ നമ്മൾ പല ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ മറ്റുള്ളവരെ വിളിക്കാൻ ശ്രമിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഗെറ്റ് ഇൻവോൾവ്, നമ്മൾ എയുടെ ഉള്ളിലായിരിക്കാൻ ഇൻവോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നു, പ്രത്യേകിച്ച് ലിവിങ് സോബർ പോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ പുതിയ ആശയമായിട്ട് നമുക്ക് കണക്കാക്കാം. പ്രത്യേകിച്ച് ആൽക്കഹോളിസം ബുക്ക് ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വായിക്കുകയല്ല, പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താം. ഇതോടൊപ്പം അവസാനത്തെ കുറച്ച് നിമിഷങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ ലിവിങ് സോബറിൽ 4-മതായിട്ട് ആൽക്കഹോളിസം എന്ന ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. മദ്യാസക്തി വളർന്നുകൊണ്ടിരിക്കുന്നതും മരണകാരണവുമായ ഒരു മാറാ രോഗമാണ് എന്നാണ് ലിവിങ് സോബറിൽ പറയാം. കാരണം ചില ഭക്ഷണവസ്തുക്കൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില ഭക്ഷണവസ്തുക്കൾ നമുക്ക് കഴിച്ചാൽ നമുക്ക് കടുത്ത അസ്വസ്ഥതയും രോഗമൊക്കെ വരും. ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ മുട്ട കഴിക്കുന്ന കാര്യം പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ആ ഭക്ഷണവസ്തു കഴിക്കാൻ പാടില്ല എന്ന് ചിലപ്പോഴൊക്കെ പരാതിപ്പെടുമെങ്കിലും നമ്മളങ്ങനെ വലിയ പരാതികളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒരു പരാതിപ്പെടാതെ ഏതെങ്കിലും ഭക്ഷണവസ്തുവിനോട് എനിക്ക് അലർജി ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഘടന എങ്ങനെയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുക. ഇത് തന്നെയാണ് ആൽക്കഹോളിസം എന്ന് പറയുന്ന അസുഖബാധിതനായ അല്ലെങ്കിൽ രോഗബാധിതനായ ഒരു ആൽക്കഹോളിക്ക് എൻ്റെ ശരീരം അങ്ങനെ, അല്ലെങ്കിൽ ശരീരശാസ്ത്രപരമായ ഘടന അങ്ങനെയാണ്, എനിക്ക് മദ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, ആ പരിമിതി എനിക്കുണ്ട്, അല്ലെങ്കിൽ ആ പരിമിതി ലംഘിച്ചാൽ എനിക്ക് അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നതാകും കൂടുതൽ രോഗാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേക തെളിവുകളൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. എൻ്റെ തന്നെ അനുഭവങ്ങൾ, അതായത് ഞാൻ ബിയർ കുടിച്ചു തുടങ്ങിയ ഞാൻ
അവസാനം ഹോസ്പിറ്റലിലാവുകയും എൻ്റെ ചെസ്റ്റിൽ നിന്ന് ഡോക്ടർ 4 കുപ്പി വെള്ളം കുത്തിയെടുക്കുകയും എൻ്റെ മുമ്പിൽ കാണിക്കുകയും ചെയ്തിട്ട് പോലും ഞാൻ 4 വർഷം കഴിഞ്ഞ് വീണ്ടും കുടിച്ചു. ഞാൻ ആ കാലത്തൊരു 4 വർഷം കൂടി നിർത്തിയെങ്കിലും പിന്നീട് കുടിച്ചു. അപ്പോൾ ഈ തരം അനുഭവങ്ങൾ, ദുരിതങ്ങൾ എനിക്ക് തന്നെയുണ്ട്. എനിക്ക് മറ്റൊരാളുടെ ദുരിതമൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കുടി ഒരു പ്രശ്നമായിരുന്നുവെന്നും മദ്യാസക്തി ഗുരുതരമായി വളരുന്ന രോഗമാണെന്ന് മനസ്സിലാക്കാൻ ഇത് എൻ്റെ തന്നെ ഉദാഹരണങ്ങൾ ധാരാളമാണ്. ആദ്യകാലങ്ങളിൽ കുടി ഒരു പ്രശ്നമായിരുന്നില്ല. ധാരാളം ദിവസങ്ങളിൽ സുബോധവാനായിട്ടിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഒരു കുറേ കാലം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കാലം ഈ കുടിയിൽ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറിയതായി എനിക്ക് മനസ്സിലായി. അപ്പോൾ പ്രായമായിക്കൊണ്ടിരിക്കുന്ന ഒരു മദ്യാസക്തന് അവൻ ഒരിക്കലും പ്രായമാകാതെ ഇരിക്കുന്നില്ല. അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ മദ്യാസക്തിയും അവനോടൊപ്പം വളരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ എൻ്റെ രോഗം എനിക്ക് സുഖപ്പെടാത്ത രോഗമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനത് പല ആവർത്തി തെളിയിച്ചിട്ടുള്ളതാണ്. ഒന്ന് കുടിച്ച് ഒരു പ്രാവശ്യം കുടിക്കാം, അല്ലെങ്കിൽ ഇന്നുകൂടി കുടിക്കാമെന്നുള്ള ശ്രമങ്ങൾക്കിടയിലൊക്കെ വീണ്ടും വീണ്ടും കുടിച്ചു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഇതൊരു മാറാ രോഗമാണെന്ന്. കാരണം എൻ്റെ ശരീരത്തിൻ്റെ രസതന്ത്രം അങ്ങനെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക് എന്ന ബിഗ് ബുക്കിൽ പറയുന്ന കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായി. ആദ്യകാലത്ത് ചെറുപ്പകാലത്ത് ഒരു ബിയറിൽ കുടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരു സോഷ്യൽ ഡ്രിങ്കറായിട്ട് ഇനിയും കുടിക്കാമെന്നുള്ള മോഹം എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. കാരണം എനിക്കത് ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും സാധിച്ചിട്ടുമില്ല. ഞാൻ ധാരാളം രാത്രികളും പകലുകളും അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക വീണ്ടും നെല്ലിക്ക ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മാങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാൽ വീണ്ടും മാങ്ങ ആക്കാൻ പറ്റില്ലാത്ത പോലത്തെ ഒരവസ്ഥയിലാണ് ഒരിക്കൽ ആൽക്കഹോളിക് ആയിരുന്ന ആൾ എത്രമാത്രം മരുന്നോ ചികിത്സയോ കഴിഞ്ഞാലും മദ്യാസക്ത രോഗത്തിന് മോചനം നേടുകയില്ല എന്ന് പറയുന്നത്. അനേകം മദ്യാസക്തർ, ഞാനും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 10-14 വർഷങ്ങൾക്കിടയിൽ ധാരാളം പേരെ വരുന്നത് കണ്ടു, വീണ്ടും തിരിച്ചുപോയി കുടിക്കുന്നത് കണ്ടു. അവർ വീണ്ടും സാധാരണ നിലയിൽ കുടിക്കാമെന്നുള്ള പരീക്ഷണങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് പോയവരാണ്. അവരിൽ പലരും ഇന്ന് ജീവനോടെ ഭൂമിയിലില്ല. ചിലർ ആത്മഹത്യകൾ ചെയ്തു, ചിലർ ആശുപത്രിയിൽ അഡ്മിറ്റാണ്, ചിലർ രോഗികളാണ്. ഇത്തരം ഒരു നേരിട്ട് കണ്ടിട്ടുള്ള, കൺമുന്നിൽ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഈ രോഗം ഒരു മാറാത്ത രോഗമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്നെ കൂടുതൽ സഹായിച്ചത്. ധാരാളം മരണങ്ങൾ, ഇപ്പോൾ എൻ്റെ ഫാദർ മരിച്ചപ്പോൾ തന്നെ കുടിച്ചിട്ടാണ് മരിച്ചത്. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞത് കിഡ്നിയുടെ അസുഖം കൊണ്ടാണെന്ന്. അപ്പോൾ പല രോഗങ്ങളും വന്നിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ മരിക്കുമ്പോൾ അയാൾ കുടിച്ചു മരിച്ചു എന്ന് പറയാൻ പലരും നാണക്കേടാണ്. അപ്പോൾ ലിവർ സിറോസിസ് വന്നിട്ടാകാം, കാർ അപകടമായിരിക്കാം, മുങ്ങിമരണമായിരിക്കാം, ആത്മഹത്യയാക്കാം, കൊലപാതകമാകാം, ഹൃദയസ്തംഭനമാകാം, അല്ലെങ്കിൽ പക്ഷാഘാതമാകാം. എന്തായാലും ഇത്തരം മാരകമായ അവസ്ഥയിലേക്ക് നയിച്ചത് അമിത മദ്യപാനമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. കുടിക്കുന്ന നാളുകളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് മദ്യാസക്തിന് ഒരു കുഴപ്പമുണ്ടാകുന്നില്ല, മദ്യാസക്തർക്ക് അധികം രോഗം വരുന്നില്ല, മദ്യം കഴിക്കാത്തവർക്കാണ് രോഗം വരുന്നത്. ഇതെല്ലാം എന്നിൽ ചിന്തിക്കാനുള്ള കാരണം, മറ്റൊരുത്തിന് വരുന്ന അപകടമോ മുങ്ങിമരണമോ അവൻ്റെ കൊലപാതകമോ ആത്മഹത്യയോ എൻ്റെ ജീവിതത്തിൽ വരികയില്ല. എനിക്കൊരു ഉദാഹരണം പറയാനുണ്ട്. എൻ്റെ നാട്ടിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരാൾ ഡൽഹിയിൽ കുടിച്ച്, ചേട്ടനും അനിയനോട് കുടിച്ച് ചേട്ടൻ അനിയനെ കുത്തി കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ആ വാർത്ത ഞാൻ കണ്ടു, ഞങ്ങളെല്ലാം ഒന്നിച്ച് ബന്ധിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ആ വാർത്തയും എന്നെ ഞെട്ടിപ്പിച്ചില്ല. അത് 1-2 ദിവസം മാത്രം സങ്കടകരമായി വേണമെങ്കിലും ബാറിലിരുന്നാണ് അതിനെപ്പറ്റിയുള്ള ചർച്ചകളെല്ലാം നടത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ചില അപകടങ്ങൾ, മരണങ്ങൾ, ഇതെല്ലാം ഒരു നിമിഷത്തേക്ക് എന്നെ ചിന്തിപ്പിച്ചിരുന്നുവെങ്കിലും അതൊന്നും എനിക്ക് സംഭവിക്കില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ കൂടി തുടരുകയാണ് ചെയ്തത്. അപ്പോൾ എയിലെത്തുന്ന പലരോടും പറയാറുണ്ട്, ഇത് അവസാനത്തെ വണ്ടിയാണ്, അല്ലെങ്കിൽ അവസാനത്തെ ബസ്സാണ്, ഈ ബസ്സിൽ കയറിക്കോ. കുടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്ന ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് രോഗശമനമായി വാഗ്ദാനം ചെയ്യുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബസ്സിൽ കയറാൻ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് പറയുന്നതിനർത്ഥം നമ്മൾ പോയിരുന്ന ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത ഒരു അസുഖമുണ്ട്. ചിലപ്പോൾ പ്രമേഹമായിരിക്കാം, മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗമോ മറ്റേതെങ്കിലും ഒരു അസുഖമായിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ആ സത്യാവസ്ഥയെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുമ്പോൾ ഡയബറ്റിക് ആണെന്നുള്ള ചിത്രം കിട്ടും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പല നിഷേധിക്കുമെങ്കിലും
അവഗണിക്കുമെങ്കിലും നമ്മൾ ആ ചികിത്സാ രീതി സ്വീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം മുഴുവൻ നമ്മൾ അനുഭവിച്ച് നമ്മൾ മരിക്കേണ്ടി വരും. പക്ഷേ ഒരു മാർഗമുണ്ട്. ആൽക്കഹോളിസത്തിൻ്റെ എന്ന് പറയുന്ന രോഗം നമ്മൾ ചിന്തിക്കുകയാണ് ഈ രോഗം എനിക്കുണ്ട്. അതിന് ലക്ഷണങ്ങളാണ്, ചില ലക്ഷണങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ക്രേവിങ്, ശരീരത്തിൻ്റെ അലർജി എന്നൊക്കെ പറയുന്ന കുറേ ലക്ഷണങ്ങൾ നമ്മൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ രോഗനിർണയം നടത്തിക്കൊണ്ട് നമുക്ക് രോഗമുണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ അങ്ങനെ രോഗമുണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ നമ്മൾ സ്വയം മുൻകരുതലുകൾ എടുക്കാൻ തയ്യാറാകും. ഒരു സന്തുഷ്ടപരമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട്, ഒരു ആരോഗ്യപരമായിട്ടുള്ള ജീവിതങ്ങൾ വർഷങ്ങൾ തോറും കഴിക്കാൻ നമുക്കറിയാം. വെയിൽ വന്നിട്ട് 40, 50, 60 വർഷങ്ങളിലൂടെയൊക്കെ പഴമക്കാർ എയിലൂടെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു മദ്യാസക്തന് അതിശക്തമായിട്ട് ഇത്തരം ചിന്തകളെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വിധത്തിൽ ജീവിക്കാൻ, ആരോഗ്യകരമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ മദ്യാസക്തിയെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിക്കണം. നമ്മുടെ പൊക്കം എത്രയുണ്ടെന്ന് നമുക്കറിയാം. 5 അടി 2 ഇഞ്ചാണെങ്കിൽ അത്രയും, അല്ലെങ്കിൽ നമുക്ക് കണ്ണട വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണട വയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ അലർജി പോലെ തന്നെയാണ്, ചില അലർജികളെ പറ്റി ആദ്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് മദ്യാസക്ത രോഗമാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു അംഗം പറഞ്ഞു തൻ്റെ മദ്യാസക്ത രോഗവും അന്ധതയും സാമ്യമുള്ളതാണെന്ന്. അദ്ദേഹം ഇങ്ങനെയാണ് വിവരിച്ചത്. തൻ്റെ കാഴ്ചശക്തിയുടെ നഷ്ടം അംഗീകരിച്ചപ്പോൾ അതോടൊപ്പം ചില പുനരധിവാസ മാർഗങ്ങൾ, പ്രത്യേകിച്ച് നായയുടെ സഹായത്താൽ അല്ലെങ്കിൽ വടിയുടെ സഹായത്താൽ സുരക്ഷിതമായി എവിടെയെങ്കിലും പോകാമെന്നൊക്കെ അയാൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാനൊരു അന്ധനാണെന്നുള്ള വസ്തുത മറക്കുകയോ അതിനെപ്പറ്റി വിലപിക്കുകയോ ചെയ്യാതെ തൻ്റെ നായയോടൊപ്പം ആ അന്ധതയെ അവഗണിച്ചുകൊണ്ട് നടക്കാനും വടികളുടെ സഹായത്താൽ വഴിയിലൂടെ നടക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അയാൾക്ക് ആ കുഴപ്പത്തിൽ ഒരു കുഴപ്പത്തിലും പെട്ടുപോകാതെ മുന്നോട്ട് നടക്കാൻ സാധിച്ചു. ഇതുപോലെ തന്നെയാണ് ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകൾക്കും നമ്മുടെ സുഖം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ചികിത്സാ രീതി സ്വീകരിക്കുക, അല്ലെങ്കിൽ പറയുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്ന് ജീവിക്കുക, നമ്മുടെ ആരോഗ്യത്തെ പറ്റിയുള്ള വസ്തുതകൾ കണ്ടുപിടിക്കുക. അതിന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വലിയ സങ്കടമൊക്കെ പെടാതെ തികച്ചും ബാലൻസായി കിട്ടിയിരിക്കുന്ന സമയത്ത് സ്വന്തം രോഗത്തെ ഓർത്ത് ഭയക്കാതെ മുന്നോട്ട് സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് പലപ്പോഴും ആൽക്കഹോളിസം അനോണിമസിൽ ഉള്ളിൽ വരുമ്പോൾ നമ്മളോട് പറയാറുണ്ട് ഇനിയുള്ള ജീവിതം ബോണസ് ജീവിതമാണെന്ന്. നമുക്ക് എയിൽ വന്ന് കിട്ടിയിരിക്കുന്ന ശിഷ്ട ജീവിതം കാരണം 32-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ദൈവം തന്നൊരു മാർഗമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് വളരെ നന്ദിയോടുകൂടി എയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായി മാറാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിമാരകമായിട്ടുള്ള ഒരു മദ്യാസക്തി എന്ന രോഗമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ അല്ലെങ്കിൽ വീണ്ടും കുടി തുടരുന്നതിന് പകരം മദ്യമില്ലാത്ത ആഹ്ലാദകരമായ നിമിഷങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിത രീതി സംഘടിപ്പിക്കാനാണ്, അതിലൂടെ സഞ്ചരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, നമുക്ക് മദ്യാസക്തനാകാൻ താല്പര്യമുള്ളതായതുകൊണ്ട് മദ്യാസക്തരായതല്ല. ദൈവം നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചതാണ്. അത് നമ്മുടെ തെറ്റല്ല. ചിലർ കുടിയന്മാരായി മാറുന്നു, അല്ലെങ്കിൽ മദ്യാസക്തരായി മാറുന്നു, ചിലർ അങ്ങനെ അല്ലാത്തവരായി മാറുന്നു. അതിന് കുഴപ്പമില്ല. ഈ രോഗം നമ്മൾ പരിശ്രമിച്ച് നേടിയതല്ല. നമ്മൾ അറിയാതെ ആ രോഗത്തിന് അടിമകളായി പോയതാണ് എന്ന് വേണം കരുതാൻ. എയിലെത്തുമ്പോൾ ചിലരെല്ലാം പറയാറുണ്ട് ഞാൻ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നേടിയ രോഗമാണെന്ന്. ശരിയാണ്, അവർ ഒരുപാട് പണം കൊടുത്ത് രോഗം നേടിയിട്ടുണ്ടാകാം. ചിലപ്പോൾ അവരുടെ ഭാര്യ പിരിഞ്ഞു പോയിട്ടുണ്ടാകാം, അവരുടെ കുടുംബജീവിതം തകർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി നേടിയ രോഗമായിരിക്കാം ഇത് കേൾക്കുന്ന ഒരാൾ തൻ്റെ അനേകം പണം നഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെടാത്ത, ജോലി നഷ്ടപ്പെടാത്ത ഒരാൾ ചിന്തിക്കുകയാണ് എനിക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ചിന്താഗതിയെങ്കിൽ പറയുന്നു, ഷിബു നീ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. നീ കുടി തുടർന്നാൽ നിൻ്റെ ഭാര്യ അവൻ്റെ ഭാര്യയെപ്പോലെ തന്നെ നഷ്ടപ്പെട്ടു പോയാനെ, നിൻ്റെ ജോലി അവൻ്റെ ജോലി പോലെ നഷ്ടപ്പെട്ടു പോയാനെ, നിൻ്റെ മക്കൾ അവൻ്റെ മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മരിച്ചു പോയാനെ, അവൻ്റെ ഈ മാറാരോഗത്തെ ഓർത്ത് അവൻ്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്താനെ. നോട്ട് യെറ്റ്, നിനക്കിത് സംഭവിച്ചിട്ടില്ല, പക്ഷേ സംഭവിച്ചാനേ. അതിനു മുമ്പ് നീ എയിലെത്തി എന്ന് ചിന്തിക്കുകയാണ് നല്ലതെന്ന് തന്നെ എൻ്റെ പഴമക്കാർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. കുടിക്കുമ്പോൾ ശരിക്കും ഞാനൊരു രോഗബാധിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ തെറ്റുകളും ചെയ്തു,
പല ചിന്താഗതികളിലും ഞാൻ നടന്നു. പക്ഷേ ഇന്ന് എനിക്ക് രോഗബാധിതനാണെന്നറിയാം. അപ്പോൾ ആ രോഗത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പശ്ചാത്തപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദുഃഖിച്ചുകൊണ്ടോ നടക്കുന്നതിൽ ഗുണമില്ല. പക്ഷേ അതിൽ നിന്ന് സൗഖ്യമാകുന്ന ചില പടികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ആദ്യത്തെ കവിൾ മദ്യം കുടിക്കാതിരിക്കുന്നതാണ്. അത് ഏറ്റവും ലളിതമാണ്. നമ്മളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും പറയാറുള്ളത് ഇന്നും കൂടി കുടിച്ചിട്ട് നാളെ നിർത്താമെന്നാണ്. പക്ഷേ പറയുന്നു നീ ഇന്ന് കുടിക്കരുത്, നാളെ വേണമെങ്കിൽ കുടിച്ചോളൂ എന്ന്. അപ്പോൾ ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് യുടെ ആദ്യത്തെ ചൂട്. അപ്പോൾ അവസാനമായിട്ട് ഞാനൊരു രോഗിയാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ അമേരിക്കയിലോ ഒക്കെയുള്ള അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഇപ്പോൾ നാട്ടിലൊക്കെ 20 ചോദ്യങ്ങൾ കൊടുക്കാറുണ്ട്. അതിനകത്ത് യെസ് ഓർ നോ എന്ന് എഴുതാൻ പറയും. അതിനകത്ത് ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ മദ്യപാനം കാരണം ജോലിയുടെ സമയം നഷ്ടപ്പെടുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം: മദ്യപാനം നിങ്ങളുടെ ഗാർഹിക ജീവിതത്തെ അസന്തുഷ്ടമാക്കുന്നുണ്ടോ? 3, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജയുള്ളതിനാൽ കുടിക്കാറുണ്ടോ? 4, മദ്യപാനം നിങ്ങളുടെ പ്രശസ്തിയെ ബാധിക്കാറുണ്ടോ? 5, മദ്യപിച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ? 6, നിങ്ങളുടെ മദ്യപാനത്തിൻ്റെ ഫലമായി നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുണ്ടോ? 7, മദ്യപിക്കുമ്പോൾ നിങ്ങൾ താഴ്ന്ന കൂട്ടാളികളിലേക്ക് നിലവാരമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് തിരിയുന്നുണ്ടോ? 8, നിങ്ങളുടെ മദ്യപാനം കാരണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിൽ അശ്രദ്ധനാകുന്നുണ്ടോ? 9, മദ്യപിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിലാഷം കുറഞ്ഞിട്ടുണ്ടോ? ദിവസേന ഒരു നിശ്ചിത സമയത്തേക്ക് നിങ്ങൾ മദ്യം ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ വൈകുന്നേരമോ രാവിലെയോ എനിക്ക് മദ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ദിവസം രാവിലെ തന്നെ നിങ്ങൾക്ക് മദ്യം വേണോ? മദ്യപാനം നിങ്ങൾക്ക് ഉറങ്ങാൻ പ്രയാസമുണ്ടാക്കുന്നുണ്ടോ? മദ്യപിച്ചതിന് ശേഷം നിങ്ങളുടെ കാര്യക്ഷമത കുറഞ്ഞുവോ? മദ്യപാനം നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ അപകടത്തിലാക്കുന്നുണ്ടോ? വിഷമങ്ങളിൽ നിന്നോ പ്രശ്നങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ നിങ്ങൾ കുടിക്കാറുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് മദ്യപിക്കാറുണ്ടോ? നിങ്ങളുടെ മദ്യപാനത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൂർണ്ണമായ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഡോക്ടർ എപ്പോഴെങ്കിലും നിങ്ങളെ മദ്യപിച്ചതിന് ചികിത്സിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ വേണ്ടി നിങ്ങൾ കുടിക്കാറുണ്ടോ? മദ്യപാനം കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചികിത്സയ്ക്കായി ആശുപത്രിയിലോ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻറ്ററിലോ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങൾ അതേ എന്ന ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മദ്യപാനിയാകാമെന്ന് ഒരു മുന്നറിയിപ്പായിട്ട് അത് പറയുന്നുണ്ട്. ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങൾ എസ് എന്ന് പറയുന്നതെങ്കിൽ നിങ്ങളൊരു മദ്യപാനിയാകുവാനുള്ള സാധ്യതയുണ്ട്. 3 അതിലധികമോ അതെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു മദ്യപാനിയാണ് എന്ന് ആ ചോദ്യങ്ങളിൽ പറയുന്നു. അപ്പോൾ അവസാന നിമിഷത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്നുകൂടി ഇന്ന് കേട്ട നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുപോകാം. 1, മദ്യാസക്തി ഒരു രോഗമാണ്. അതൊരു ശാരീരിക രോഗമാണ്, മാനസിക രോഗമാണ്. ശാസ്ത്രീയമായ വശങ്ങളിൽ നമ്മളതെല്ലാം കണ്ടു. അതിനുശേഷം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള രോഗമാണെന്ന് കണ്ടു. പിന്നീട് നമ്മളത് ബ്രെയിൻ ഡിസീസാണെന്ന് കണ്ടു. അതിനുശേഷം ഡിസീസ് ഓഫ് ഡിനയൽ, അതായത് നിഷേധത്തിൻ്റെ രോഗമാണെന്ന് കണ്ടു. മാറാ രോഗമാണെന്ന് കണ്ടു. വളരുന്ന രോഗമാണെന്ന് കണ്ടു. അപ്പോൾ ഒരുപാട് അവസ്ഥകളിൽ നമ്മളതിൻ്റെ ഇടയിൽ നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ രോഗത്തിൻ്റെ നമ്പറുകൾ പറഞ്ഞു. മാനസിക രോഗത്തിൻ്റെ സംഘടനയുടെ സൈക്കോളജിക്കൽ സംഘടനയുടെ അവർ പറയുന്ന രോഗത്തിൻ്റെ നമ്പർ പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിൽ നിന്ന് രോഗമാണെന്നുള്ള ഏകദേശമുള്ള ഒരു ചിത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇതിന് ശേഷം അടുത്ത ഭാഗത്ത് നമുക്ക് കൂടുതൽ എന്താണ് ഈ രോഗത്തെപ്പറ്റി പറയുന്നതെന്നും ജെല്ലിനിക് കർവിനെ കുറിച്ചുമാണ് പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത മീറ്റിങ്ങിൽ കാണുന്നത് വരെ എല്ലാവർക്കും, ഇന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് മിഡ്നൈറ്റ് ഗ്രൂപ്പിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.